ഹായ്, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഗാർഡനിലുള്ള ഫ്രഷ് ആൻഡ് ഓർഗാനിക് റോസ് ഫ്ലവേഴ്സ് വെച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എൻ്റെ റോസ് ഫ്ലവേഴ്സ് എല്ലാം ഞാൻ ഫ്രഷായിട്ട് പിക്ക് ചെയ്ത് എടുത്ത് വച്ചിരിക്കുന്നതാണ്. അതെല്ലാം വീണു പോവാറായി. അപ്പോൾ അതുകൊണ്ട് നമുക്കതും കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ആദ്യം ഞാനതിനെ പറിച്ചു കൊണ്ടുവന്ന് ഇങ്ങനെ ഡ്രൈ ചെയ്യാൻ വെക്കുകയാണ്. വെയിലത്തല്ല, തണലത്ത് തന്നെ ഡ്രൈ ചെയ്യാൻ വെക്കണം. എന്നിട്ട് കണ്ടോ, ഇങ്ങനെ ഫുൾ ഫ്ലവേഴ്സായിട്ട് നമുക്ക് കുറച്ച് 1-2 ആഴ്ചകളെടുക്കും ഡ്രൈ ചെയ്തെടുക്കാൻ. നല്ല ചൂടുള്ള സമയമൊക്കെ ആണെങ്കിൽ വേഗം ഡ്രൈ ചെയ്ത് കിട്ടും. പിന്നെ പെറ്റൽസും ഇങ്ങനെ വേർതിരിച്ച് വച്ച് അതും ഇടയ്ക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഡ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ നല്ലൊരു ബൗളിലാക്കി ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം. എന്ത് ഭംഗിയാണെന്നൊക്കെ കാണാൻ. ആ കളറും അങ്ങനെ തന്നെ നിൽക്കും. അതിൻ്റെ കൂടെ നമുക്ക് ഡെക്കറേറ്റീവ് ഐറ്റംസ് എന്തെങ്കിലും ഇട്ട് കൂടുതൽ ഭംഗിയാക്കാം. ഞാൻ ഇതിനകത്ത് കുറച്ച് ഏക്കോൺസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എങ്ങനെ വേണേലും ചെയ്യാം. ബൗളിൽ വേണേൽ ചെയ്യാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു ബാസ്ക്കറ്റ് മാതിരിയുള്ള ഡെക്കറേറ്റീവ് ടേബിൾ വെയർസിൽ എന്തെങ്കിലും വെച്ച് അതിലിതിട്ട് വെക്കാം. പിന്നെ ഇങ്ങനെയും ചെയ്യാം, ഒരു തിരി കത്തിച്ച് വെക്കാം. നോക്കിക്കേ എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ. അല്ലെങ്കിൽ ക്രിസ്റ്റൽസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് നമുക്ക് നമ്മുടെ ടേബിൾസോ കിച്ചണോ ഡൈനിങ് ടേബിളൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം. അടുത്ത് ചെല്ലുമ്പോൾ തന്നെ അറിയാം നമുക്കതിൻ്റെ മണം, നല്ല മണമാണ്. പിന്നെ ഇങ്ങനെ ജാറുകളിൽ നിറച്ച് പലതരത്തിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്കിട്ട് ഫുൾ ഫ്ലവറായിട്ടോ പെറ്റൽസായിട്ടോ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ളത് ഡ്രൈ ചെയ്ത് കഴിയുമ്പം ആ കളറും മണവും നഷ്ടപ്പെടാതെ നമുക്കിങ്ങനെ കിട്ടും. നമുക്ക് നമ്മുടെ ഗാർഡനിൽ പോയി നല്ല ഫ്രഷ് റോസസിൻ്റെ പെറ്റൽസ് കൊണ്ട് നല്ലൊരു ഫ്രഷ് റോസ് ടീ ഉണ്ടാക്കിയാലോ? വാ, നമുക്ക് പെറ്റൽസ് പതുക്കെ പറിച്ചെടുക്കാം. മരുന്നൊന്നും ചേർക്കാത്ത, പെസ്റ്റിസൈഡ്സ് ഒന്നും ആഡ് ചെയ്യാത്ത റോസ് ഫ്ലവറേ ഉപയോഗിക്കാവുള്ളൂ കേട്ടോ ഇതിന്. എന്നിട്ട് അത് പെറ്റൽസ് നല്ലോണം വാഷ് ചെയ്ത് വാട്ടറൊക്കെ നല്ലോണം ഡ്രെയിൻ ചെയ്തെടുക്കണം. ഒത്തിരി തിരുമ്മി കഴുകരുത്, സോഫ്റ്റായിട്ട് ജെൻറ്റിലായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. ഞാൻ ഉപയോഗിച്ചത് നമ്മുടെ ഗാർഡനിൽ നിന്നുള്ള ഫ്രഷ് ഫ്ലവറാണ്. മരുന്നും വളവും ഒന്നും ആഡ് ചെയ്യാത്ത ഫ്ലവറേ ഉപയോഗിക്കാവുള്ളൂ കേട്ടോ. നല്ല ഓർഗാനിക് ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു നല്ല ജഗ്ഗിലേക്ക് ഈ പെറ്റൽസ് കുറച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കണം. തിളപ്പിച്ച വെള്ളം അപ്പോഴേ അതോടെ ഒഴിക്കരുത്. ഒരു കുറച്ച് സെക്കൻഡ് കഴിഞ്ഞിട്ട് ആ വെള്ളം ഈ ജഗ്ഗിലേക്ക് ഒഴിക്കുക. അതിനുശേഷം നമുക്ക് ഈ ജഗ് അടച്ചു വച്ച് ഒരു 10 മിനിറ്റ് സിമ്മർ ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് ഹണിയും കുറച്ച് ലെമനും ആഡ് ചെയ്ത് നല്ലൊരു ഗ്ലാസ്സിലേക്ക് റെഡിയാക്കി നമ്മൾക്ക് വയ്ക്കാം. ഇത് കുറച്ച് കഴിയുമ്പോൾ നാച്ചുറലി ഇതിൻ്റെ സ്മെല്ലും ഇതിൻ്റെ ടേസ്റ്റും ഒരു ഫ്ലവറി ടേസ്റ്റും ഇതിന് വരും. ഐ ആം ഷുവർ നിങ്ങൾക്കെല്ലാവർക്കും അത് ഇഷ്ടപ്പെടും. ഇനി നോക്കിക്കോ, കുറച്ച് കഴിയുമ്പം ഇതിൻ്റെ കളറും മാറി വരുന്നത് കാണാം. ഇപ്പം വൈറ്റ് കളറിലല്ല ഇരിക്കുന്നേ. കുറച്ച് കഴിയുമ്പം ഈ ലെമനും ഹണിയൊക്കെ ഇട്ട് കഴിഞ്ഞ് അത് ബ്രൂ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നോക്കിക്കേ, കളർ മാറി നല്ല ഒരു പിങ്ക് കളർ വന്നില്ലേ. ഇപ്പം നല്ല ടേസ്റ്റാണിത് കുടിക്കാൻ. എല്ലാവരും ട്രൈ ചെയ്യുക. എനിക്കറിയാം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും. So enjoy the evening with a nice roast tea. Thank you.